ഓ ഉമ്മമാരെ, സഹോദരിമാരെ, ഖബർ സിയാറത്തിന് പോകുമ്പോൾ സാധാരണക്കാരുടെ ഖബർ സിയാറത്ത്, ആ ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് കറാഹത്താണ്. സുന്നത്തില്ല എന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് കറാഹത്താണ്. സാധാരണക്കാരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് സ്ത്രീകൾക്ക് കറാഹത്താണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പോയാൽ പ്രതിഫലം കിട്ടൂല, പോയില്ലെങ്കിലാണ് കൂലി കിട്ടുക. പോയാ കുറ്റം കിട്ടൂല, പക്ഷെ പോയില്ലെങ്കിലാണ് കൂലി കിട്ടുക. പോകാൻ അവസരമുണ്ടായി, പോയില്ല എങ്കിലോ, പോയില്ലെങ്കിൽ കൂലി കിട്ടും. പോയാ കൂലി കിട്ടൂല. അതേ സമയത്ത് മഹാന്മാരായ ഔലിയാക്കളുടെ ഖബറുകളോ, ആ ഖബർ സിയാറത്തിന് പോകുന്നത് സ്ത്രീകൾക്കും കൂടി സുന്നത്താണ്. പക്ഷേ സ്ത്രീകൾ പോകേണ്ടത് എങ്ങനെയാണ്? അവിടെ തന്നെ പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, എങ്ങനെയെങ്കിലും പോയാ പറ്റൂല. ഔലിയാക്കളുടെ ഖബർ സിയാറത്തിന് പോകൽ സ്ത്രീകൾക്ക് സുന്നത്താകുന്നത് എപ്പോഴാണ്? അവളുടെ ശരീരം പൂർണ്ണമായും മറച്ചിട്ടാകണം. അവളുടെ ശരീരം പുറത്തു വെളിവാകാത്ത വാഹനത്തിൽ പോകണം. അല്ലാതെ ഭർത്താവിന്റെ പിന്നാലെ ബൈക്കിലിരുന്നിട്ട് കാലും കാണിച്ചിട്ട് മുഖവും കാണിച്ചിട്ട് എങ്ങോട്ടാ പോകണത്? അതാ ഉറൂസിനാണ്. സുബ്ഹാനല്ലാഹ്, കടുത്ത ഹറാമാണ്, തെറ്റാണ്. എങ്ങോട്ടാ പോകുന്നത്? സിയാറത്തിനാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. അതേ, കുറെ ടൂർസ് ഇങ്ങനെ സിയാറത്തിന് പോകലുണ്ട്, കുറെ പാക്കേജ് സിയാറത്തിന് പോകലുണ്ട്. ഞാൻ ഒറ്റയടിക്കും വിമർശിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്ന വാക്ക് ശരിക്കും കേൾക്കണം, അപ്പുറം ഇപ്പുറം കേൾക്കണം. അള്ളാന്റെ ദീനിന്റെ മസ്അല പറയാണ്, ദീനിന്റെ നിയമം പറയാണ്. ഫാമിലി സഹിതം കുറെ ഫാമിലി ഒന്നിച്ച് സിയാറത്തിന് പോവാണ്. ബസ് വിളിച്ച് സിയാറത്തിന് പോവാൻ. എങ്ങോട്ടാ പോണേ? മുത്തുപേട്ടേക്കാ പോണേ. പിന്നെ എങ്ങോട്ടാ പോണേ? ഏർവാടിക്ക് പോവാൻ. പിന്നെ മാലിക്കുദ്ദീനാറിലേക്ക് പോവാൻ, ചള്ളങ്കയത്തേക്ക് പോവാൻ. അങ്ങനെ ഒരു ബസ് വിളിച്ച് നാട്ടുകാര് കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ച് പോവാണ്. പോകുമ്പോ ആ പോകുന്ന സ്ത്രീകൾക്ക് ഔലിയാക്കളുടെ സിയാറത്ത് സുന്നത്താകണമോ? അവരുടെ മുഖം മറച്ചിരിക്കണം, അവരുടെ ശരീരം മറച്ചിരിക്കണം. അല്ലാതെ ആ ബസ്സിലുള്ള മറ്റു അന്യ പുരുഷന്മാരും കൂടി അതേ പരസ്പരം ഈ അന്യ സ്ത്രീകളുടെ മുഖം കാണുന്ന രൂപത്തില് ഈ പെണ്ണിന്റെ ആ ടൂറിലേക്കുള്ള യാത്ര, സിയാറത്തിലേക്കുള്ള ടൂറുണ്ടല്ലോ, അത് അല്ലാഹ് പൊരുത്തപ്പെടൂല. ശരീരം പൂർണ്ണമായും മറക്കുന്ന വാഹനമാകണോ എന്നല്ലേ ഫിഖ്ഹിന്റെ കിതാബിലടക്കം നിയമം പറഞ്ഞിട്ടുള്ളത്. അപ്പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അന്യ പുരുഷന്മാരെ കാണുന്ന വിധത്തില് മുഖം തുറന്നു വെച്ചുകൊണ്ടുള്ള ഒരു സിയാറത്ത് ടൂർ പാടില്ല. അന്യ പുരുഷന്മാരെ കാണാൻ ചാൻസ് ഉള്ള രൂപത്തില് ഒരു സിയാറത്ത് ടൂറും പാടില്ല. ഇതുപോലെ ഭർത്താവിന്റെ കൂടെ ഒറ്റക്കാണ് സിയാറത്തിന് പോകുന്നതെങ്കിൽ പോലും അതേ അന്യ പുരുഷന്മാര് കാണുന്ന വിധത്തില് ഭർത്താവിന്റെ പിന്നിൽ ബൈക്കിലിരുന്നിട്ട് മുഖം തുറന്നു വെച്ച് സിയാറത്തിന് പോകുന്നത് സുന്നത്തല്ല, ഇസ്ലാമിന്റെ നിയമത്തിന് എതിരാണ് കേട്ടോ, തെറ്റാണ് കേട്ടോ. ഇത് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയതാണ്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. റബ്ബിന്റെ ദീനിന്റെ നിയമം പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കണം. ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂലാ. ഖുർആൻ പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ, നിങ്ങളിലേക്ക് നിങ്ങളുടെ മേൽ സാക്ഷിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ പറഞ്ഞയച്ചിട്ടില്ലേ? ഏതുപോലെയാണ്? കമാ അർസൽനാ ഇലാ ഫിർഔന റസൂലാ. ഫിർഔനിലേക്ക് മൂസാ നബി അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചതുപോലെ നിങ്ങളിലേക്ക് ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞയച്ചില്ലേ? പക്ഷേ ഫിർഔൻ എന്ത് ചെയ്തു? ഫഅസാ ഫിർഔനുർ റസൂൽ.
ഫിർഔന് മൂസാ നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ചില്ലേ? ആ ഫിർഔന് മൂസാ നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ചപ്പോ ഫഅഖദനാഹു അഖദൻ വബീലാ, ആ ഫിർഔനിനെ ഞാനൊന്ന് പിടിച്ച് ശിക്ഷിച്ചില്ലേ? ഫിർഔനിനെ ഞാൻ വെറുതെ വിട്ടുവോ? ഞാൻ വെറുതെ വിട്ടില്ലല്ലോ. ഫിർഔനിനെ ഞാൻ പിടിച്ച് ശിക്ഷിച്ചില്ലേ? ഇത് പറഞ്ഞിട്ട് അല്ലാഹു തആല എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്, ഫകൈഫ തത്തഖൂന ഇൻ കഫർതും യൗമൻ യജഅലുൽ വിൽദാന ശീബാ. കുട്ടികൾക്ക് പോലും, ചെറിയ ചെറിയ മക്കൾക്ക് പോലും നരബാധിച്ചു പോകുന്ന ഒരു ദിവസമില്ലേ? അന്നത്തെ ആ ദിവസം എന്തേ നിങ്ങൾ അല്ലാഹനെ മറന്നു ജീവിച്ചപ്പോൾ ആ കുട്ടികൾ പോലും അവർക്ക് നരബാധിച്ചു പോകുന്ന ഖിയാമത്ത് നാളിനെ പേടിച്ച് നിങ്ങൾ എന്തേ അല്ലാഹനെ ഓർത്ത് ജീവിക്കാത്തത്? ഓ വാലുകൾക്കുന്ന ചെറുപ്പക്കാരെ, ഹറാമ് കാണുമ്പോൾ മടി തോന്നണം, ഹറാമ് പിടിക്കുമ്പോൾ മടി തോന്നണം. ഓ ഉമ്മമാരെ, റബ്ബ് പൊരുത്തപ്പെടാത്തത് വല്ലതും ചെയ്യുമ്പോൾ നല്ല മടി തോന്നണം. മുസ്ലിം ഇബ്നു യസാർ തങ്ങളുടെ ചരിത്രം കേട്ടിട്ടുണ്ടോ നിങ്ങള്? മഹാനവരുകളെ കുറിച്ച് മകൻ പറയാണ്, എന്റെ ബാപ്പാ വലത്തെ കൈകൊണ്ട് സ്വകാര്യ അവയവം തൊടാറില്ല, മുൻദ്വാരം തൊടാറില്ല, പിൻദ്വാരം തൊടാറില്ല. എന്റെ ബാപ്പ മുസ്ലിം ഇബ്നു യസാർ തങ്ങൾ. എന്റെ വാലകൾക്കുന്ന ചെറുപ്പക്കാരെ ശരിക്കും മനസ്സിലാക്കിക്കോ. സുബ്ഹാനല്ലാഹ്, ഈ കൈ കൊണ്ട് അന്യ പെണ്ണിനോട് ചാറ്റിംഗ് നടത്തുമ്പോ ചെറുപ്പക്കാരാ, ഈ കൈ ഏത് കൈയാണ്? നിസ്കരിക്കുന്ന സമയത്ത് തക്ബീറത്തുൽ ഇഹ്റാമിന് വേണ്ടി പൊന്തിക്കേണ്ടുന്ന കൈയല്ലേ? ഓ വാലകൾക്കുന്ന പെങ്ങളെ, അന്യ ചെറുപ്പക്കാരനോട് വാട്സപ്പിലൂടെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുമ്പോ നിന്റെ കൈ കൊണ്ട് നീ അമർത്തുമ്പോ നീ ഒന്ന് ചിന്തിക്കണ്ടേ പെങ്ങളെ? ഈ നിന്റെ കൈ ഏതാണ് സഹോദരി? ഈ കൈ കൊണ്ട് നീ പോയി സുജൂദ് ചെയ്യുമ്പോ നിലത്തു കൊണ്ടുപോയി വെക്കേണ്ടുന്ന കൈയല്ലേ? നിലത്തു കൊണ്ടുപോയി വെക്കേണ്ടുന്ന കൈയല്ലേ? നിനക്ക് നല്ല മടി തോന്നണ്ടേ, ലജ്ജ തോന്നണ്ടേ? മുസ്ലിം ഇബ്നു യസാർ തങ്ങൾ അതല്ലേ പറഞ്ഞത്? അതാ മഹാനവരികളെ മകൻ പറയാണ്, എന്റെ ബാപ്പ വലത്തെ കൈ കൊണ്ട് മുൻദ്വാരം തൊട്ടിട്ടില്ല, പിൻദ്വാരം തൊടൂല. എന്തേ കാരണമെന്ത്? ബാപ്പ പറയാണ്, ഇന്നീല അർജു അൻ അഖുദ കിതാബി ബിയമീനി. നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ എന്റെ നന്മയെല്ലാം രേഖപ്പെടുത്തപ്പെട്ട 7 കിതാബ് എന്റെ വലത് കൈയിൽ സ്വീകരിക്കണമല്ലോ. അസ്ഹാബുൽ യമീൻ, 7 കിതാബ് വലത് കൈയിൽ സ്വീകരിക്കുന്നവരില്ലേ? ഞാൻ എന്റെ വലത് കൈയില് എന്റെ നന്മകളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ട ആ 7 കിതാബ് എന്റെ വലത് കൈ കൊണ്ട് ഞാൻ അങ്ങ് സ്വീകരിക്കണമെങ്കിൽ ഈ കൈ കൊണ്ട് ഞാൻ എങ്ങനെയാണ്, ഞാൻ എന്റെ മുൻദ്വാരം തൊടൽ എങ്ങനെയാണ്, എന്റെ സ്വകാര്യ അവയവങ്ങൾ തൊടൽ എങ്ങനെയാണ്? എന്നെ അതിന് കിട്ടൂല. സുഹൃത്തുക്കളെ, അവരുടെ ഇബാദത്തുകളിലെല്ലാം വലിയ ഭക്തിയായിരുന്നു, അവരുടെ നിസ്കാരങ്ങളിലെല്ലാം വലിയ ഭക്തിയായിരുന്നു. ഇന്ന് കുറെ നിസ്കാരമുണ്ടെന്നല്ലാതെ ചോദിക്കട്ടെ ബാപ്പമാരെ, ചോദിക്കട്ടെ പ്രായം ചെന്ന ഉമ്മമാരെ, പ്രതീക്ഷിക്കാൻ വകുപ്പുള്ള നിസ്കാരമുണ്ടോ? നിരീക്ഷ വെക്കാൻ അതാ ഒതുങ്ങുന്ന നിസ്കാരമുണ്ടോ? എത്ര കണക്ക് പറയാനുണ്ട്? കുറെ സുജൂദ് ചെയ്ത കണക്കുണ്ടാകും, കുറെ നിസ്കരിച്ചതിന് കണക്കുണ്ടാകും. പക്ഷേ എന്റെ റബ്ബിനെ കുറിച്ച് മാത്രം ഞാൻ ചിന്തിച്ച് നിസ്കരിച്ച നിസ്കാരം കണക്ക് പറയാനുണ്ടോ?
എത്ര മഹാന്മാർക്കാണ് അങ്ങനെ കണക്ക് പറയാനുള്ളത്. സുബ്ഹാനല്ലാഹ്. മുസ്ലിം ഇബ്നു യസാർ തങ്ങള് ഒരു ഗൃഹനാഥൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, നമുക്ക് പരിചയമുണ്ട് അയാളെ. ഗൃഹനാഥൻ, കുടുംബനാഥൻ. ആരാ അത് പറയും? ആരാ പറയും? പറയും. ഇപ്പൊ നിർത്താറായി, ഇപ്പൊ കാമണിക്കൂറുള്ള അതിനിടയ്ക്ക് ദുആക്ക് നടക്കണം. ഗൃഹനാഥൻ ആരാ? നിങ്ങൾ തന്നെ മനുഷ്യന്മാരെ, വേറെ ആരെയും തപ്പി നോക്കണ്ടല്ലോ. ഗൃഹനാഥൻ, കുടുംബനാഥൻ എന്ന് പറഞ്ഞ നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല വിലല്ലേ വീട്ടില്? വിലല്ലേ? അപ്പുറം ഇപ്പൊ നോക്കണം, അങ്ങോട്ട് നോക്കി. അയാൾ തല ആട്ടിയെങ്കിൽ ഞാനും ആട്ടുന്നേ, ഇയാള് തലയാട്ടി ഞാൻ എന്ത് സലാം വിട്ടല്ല നിസ്കാരത്തിന്? അങ്ങനല്ല. നിങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി, പറയണ്ട. ചില ആൾക്ക് വീട്ടിൽ നല്ല വില ഉണ്ടാവും. ചില പുരുഷന്മാർക്ക് വീട്ടിൽ മരുമകളും അമ്മായും തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മായും മരുമകൾ ഒരു തീരുമാനത്തിലുണ്ടാവും. ഒരു തീരുമാനം. എന്താ തീരുമാനം അറിയാം? ഫസ്റ്റ് തന്നെ അമ്മായും മരുമകളും തമ്മിൽ ഒരു ധാരണയിലെത്തണം. കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിലെത്തിയാൽ പുതിയ പെണ്ണും ഭർത്താവിന്റെ ഉമ്മയും ഒരു ധാരണയിലെത്തണം. ഒരു ധാരണ ആദ്യം അതാ വേണ്ട, പിന്നെല്ലാം പിന്നെ എല്ലാം പിന്നെ ആദ്യം അത്. എന്താണെന്നറിയോ? അമ്മായി മരുമകളോട് പറയണം, എന്ത്? ഇതാ നമുക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, പോരല്ലേ? സ്വാഭാവികല്ലേ അല്ലേ? ഇത് ഹൂറുലിസാൻ അല്ലല്ലോ. ഇത് ഹൂറുലിസാനാ? സ്വർഗത്തുനിന്ന് വന്നതാ? ഇല്ല, ദുനിയാവെന്ന് പൊന്തിയതാ. ഇനി അങ്ങോട്ട് എത്തിയിട്ട് ഊറുലിസാൻ ആവണോ? ഇപ്പൊ ഊറുലിസാൻ ഒന്നും ആയിട്ടില്ല. ഇനി അങ്ങോട്ട് ഇബാദത്ത് കൊണ്ടൊക്കെ സ്വർഗത്തിലെത്തിയാൽ ഈ പെണ്ണുങ്ങന്മാർ ഊറുലിസാനാണ്. അല്ലാഹു തആല ഞങ്ങളെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരട്ടെ. ഓരങ്ങനെ ആയാ പോരാ, ഞങ്ങളും സ്വർഗത്തിലെ ആളുകളാവണോ? എന്നാലും അവരെ നമുക്ക് കിട്ടൂ, അല്ലെങ്കിൽ വേറെ ആൾക്ക് കിട്ടും. അള്ളാഹു കാക്കട്ടെ. ഞങ്ങളെ ഭാര്യമാരെ തന്നെ അള്ളാഹു ഞങ്ങൾക്ക് സ്വർഗത്തിലെ ഹൂറുലിസാനായി തരട്ടെ. 1-2 കള്ളന്മാർ ആമീൻ പറയാത്തവരുണ്ട്. ഓരോ കുറ്റപ്പെടുത്തിട്ട് കാര്യമല്ല. ഓര് ചിന്തിക്ക, ഉസ്താദ് ഞങ്ങൾ കൂടെ മതി സൂറുലിസാനാ, ഇതിന്റെ എല്ലാം ഹണബറ ഞങ്ങൾക്ക് അറിയൂ, ഇതിന്റെ ഉള്ള ഹണബറ ഞങ്ങൾക്ക് തന്നെ അറിയൂ. ഇവിടെ എനിക്ക് സ്വർഗം കിട്ടാൻ ആകെ ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത്? കുറെ നിസ്കരിച്ച കണക്കൊന്നും എനിക്ക് പറയാനില്ല. ആകെ സ്വർഗം കിട്ടാൻ ഒരേ ആഗ്രഹം. എന്റെ ഭാര്യന്റെ ഇടങ്ങേറ് സഹിച്ചു ഞാൻ, എന്റെ ഭാര്യന്റെ ചീത്ത പറച്ചിൽ സഹിച്ചു ഞാൻ. അത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ അവൾ തന്നെയാണ് സ്വർഗത്തിലെ ഊറുലിസാനായി കിട്ടിയാൽ ഇനി അവിടുന്ന് പിന്നെ വേറെ ഏത് സ്വർഗത്തേക്കാ ഞാൻ പോണേ? സ്വർഗത്തെ കുറിച്ച് പറഞ്ഞത് തന്നെ ഖാലിദീന ഫീഹാ അബദാ, പോയാ പിന്നെ പുറത്തേക്കില്ല എന്നാണ്. അവിടുന്ന് ഞാൻ പിന്നെ ഏത് സ്വർഗത്തേക്കാ പോണ റബ്ബേ? ഇല്ല, ഇവിടെ അല്ലറ ചില്ലറ വീക്ക്നെസ് എല്ലാം ഉണ്ടാവും. ഇവിടെ ചിലപ്പോ ഒന്ന് പറഞ്ഞാൽ രണ്ടിങ്ങോട്ട് കിട്ടൂലേ? ഒന്നങ്ങനെ പറഞ്ഞ ചില മാപ്പിളമാർ പേടിച്ചിട്ട് മിണ്ടുന്നേ. അതുകൊണ്ട് ഒരുക്കെന്തേ ചിലപ്പോ ഇയാൾ ദേഷ്യപ്പെട്ടു പോയി. ദേഷ്യപ്പെട്ടപ്പോ എന്തരല്ലേന്നോ ഇയാൾ സോഫയിൽ മുന്നിൽ എൻട്രൻസ് റൂമില്ലേ പുറല് വീട്ടില്, അവിടെ സോഫയിൽ ഇരുന്നിട്ട് ഇയാൾ ഒച്ച വെച്ച് എന്തോ ഒരു വിഷയം വന്നപ്പോ ദേഷ്യപ്പെട്ടതാ. അപ്പൊ അടുക്കളയിൽ നിന്ന് ഈമോ എന്തരല്ലേ? രണ്ടാമതായി മിണ്ടാൻ ഇയാൾക്ക് ധൈര്യമില്ല. ആർക്ക്? നിങ്ങൾക്ക്. നമുക്ക് ധൈര്യമില്ല. നിങ്ങൾ അങ്ങനെയൊന്നുമല്ല, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പേടിച്ചാൽ പിന്നെ കിടത്തു ഒരു ഉറപ്പാ. പേടിച്ചിരണ്ട, ജീവിതത്തിൽ പേടിക്കാൻ പാടില്ല. സ്നേഹിക്ക്, ഭാര്യമാരെ സ്നേഹിക്ക്, പേടിക്കണ്ട. പെൺകൂസനായി നടക്കണ്ട. ഞങ്ങളുടെ നാട്ടിൽ പറയും പെണ്ണുമൂസ എന്നറിയും. പെണ്ണുമൂസ എന്ന് പറഞ്ഞാൽ എന്തറിയോ? ഭാര്യ പറഞ്ഞതെന്നെ അന്നാക്കിൽ പോലും തുടങ്ങാതെ മുളുങ്ങുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാം തൊട്ടേനെ പിടിച്ച് ഒക്ക ആരോട് ചോദിക്കുന്നത്? ഉമ്മ പറഞ്ഞാലും വിശ്വാസമല്ല, ചോദിക്കുന്ന ഭാര്യനോട് ഒക്ക. ഉമ്മ ചോദിക്കാണ്, എന്റെ നാശൊന്നും നിൽക്കുമയാവില്ലേ? ഉമ്മന്റെ മുന്നിൽ ഉമ്മ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞപ്പോ ഭാര്യനോട് ചോദിക്കാം, ഒക്കടി എന്തിടി ഒക്കടി? ഉമ്മ പറഞ്ഞ പോരെ, ഭാര്യനോട് ചോദിക്കണം. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ചിലപ്പോ ദേഷ്യം വന്നാൽ എന്താ? ദേഷ്യം വന്നാൽ എന്താ ചെയ്യണ്ടേ? അഥവാ ദേഷ്യം വരൂപ്പ, ചിലതെല്ലാം കാണുമ്പോ ദേഷ്യമല്ല, അതിന്റെ അപ്പുറം വരൂ. ശരിയാ, അള്ളാഹു നല്ല ഐക്യം തരട്ടെ. ഒന്ന് ആമീൻ പറയും. അഥവാ ഔലിയാക്കന്മാരെ ബർക്കത്തോ നമ്മളെ കുടുംബത്തിൽ ഒരു ബർക്കത്ത് കിട്ടിയാലോ അള്ളാഹു നല്ല ഒത്തൊരുമ തരട്ടെ. ഒന്നിപ്പൊ കിടന്നുറങ്ങണത് ഒന്ന് ഈസ്റ്റുക്കും ഒന്ന് വെസ്റ്റുക്കും തിരിഞ്ഞിട്ടാണ്.
ഒന്ന് സൗത്തുക്കും ഒന്ന് നോർത്തുക്കും. അങ്ങനെയാ. എന്താ കാരണം? മുഖം നോക്കാണ്ട് ചമ്മനാലായിട്ട് ഉസ്താദ് ഒരേ വീട്ടിലാണ്, ഒറ്റ വീട്ടിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ മുഖം നോക്കാതെ കുറെ ദിവസമായി. ദ്വാരക്കണേ അള്ളാഹു തആല നല്ല ബുദ്ധി കൊടുക്കട്ടെ. ദേഷ്യം വന്നാൽ എന്താ ചെയ്യണ്ടേ? ദേഷ്യം വന്നാൽ ഒരു തീരുമാനം എടുക്കണം. എന്താ തീരുമാനം? ഇപ്പൊ തന്നെ ഞങ്ങൾ പറയാം, സ്ത്രീകളോട് ഞാൻ പറയാണ്, അഥവാ ചിലപ്പോ ഭർത്താവിന്റെ ചിലത് കാണുമ്പോ ദേഷ്യമല്ല അതിന്റെ അപ്പുറം വരും, ഭാര്യന്റെതും ചിലത് കാണുമ്പോ ദേഷ്യം വരും. ശരിയാ, ദേഷ്യം വന്ന പൊട്ടിത്തെറിക്കാനല്ല ഇസ്ലാം പറഞ്ഞേ. എവിടെയുണ്ട് ഇസ്ലാമിൽ പൊട്ടിത്തെറിക്കാൻ പറഞ്ഞേ? ദേഷ്യപ്പെടണ്ട. അഥവാ ദേഷ്യപ്പെടണ്ട എന്ന് പറഞ്ഞാല് ഷാഫിമാൻ പറഞ്ഞില്ലേ, ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യം വരണം, വന്നില്ലെങ്കിൽ ഓൻ കൊരങ്ങാള്, മങ്കോന്ന്. മങ്കെന്ന് പറഞ്ഞ മനസ്സിലായി? ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യം വരണേ. ദേഷ്യം അങ്ങനെ വരാൻ പാടില്ലാത്ത സമയത്തൊന്നും ദേഷ്യം വരാൻ പാടില്ല. അഥവാ അരിശം വന്നാൽ എന്ത് ചെയ്യണം? ഇതാ നിങ്ങളെ കൂട്ടത്തില ആർക്കെങ്കിലും ഒരു ദേഷ്യം വന്നാൽ നല്ലൊരു കാര്യമുണ്ട്, വേഗം പോയി ഉദു എടുക്കണം. കക്കൂസ് വാഷ്റൂം എവിടെ? വാഷ്റൂം. ദേഷ്യം അതിനുണ്ട്. ഉമ്മമാരെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഇല്ലേ? പണ്ടൊക്കെ പുറത്തേക്ക് ഓടേണ്ടിയിരുന്നു, ഇന്നങ്ങനല്ല, വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഉദു എടുക്കാനുള്ള സൗകര്യല്ലേ? അഥവാ അമ്മായിമാന്റെ ഒരു വാക്കുകൊണ്ട് മരുമകൾക്ക് ഹാലിളകിയാൽ മരുമകൾ അവിടെ നോക്കും, ചട്ടങ്ങ എവിടെ? ഇവൻ വന്ന് നോക്കുമ്പോ, പുതിയാപ്പിള പുരക്ക് വന്ന് നോക്കുമ്പോണ്ട് സുബ്ഹാന ജല്ല ജലാലു അമ്മായിമാന്റെ ഉട കണത്തുനിങ്ങനെ, ഉമ്മാന്റെ ഭാര്യന്റെ ഉട കണത്തിന്. ഇതെന്താ സംഭവം? രണ്ട് ചട്ടങ്ങണ്ട് പോരല്ലേ, ഒന്ന് പത്തിറിനും ഒന്ന് ദോശക്കും. ഈ ചട്ടങ്ങ എടുത്തിട്ട് മരുമകൾ അമ്മായിമാന്റെ പതക്കൻ ഇവിടെ കൊടുക്കൽ. അപ്പൊ അമ്മായി വിടുക, അമ്മായി കൊടുത്ത് ഇവിടെ കൊടുത്തു, അഥവാ പോന്നേ പോട്ടാ പറയാ, അല്ലാഹു കാക്കട്ടെ. നോക്കുമ്പോ ഇത് രണ്ടും. ഞാൻ പറയട്ടെ സഹോദരിമാരോട്, വഅദ് കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ദേഷ്യത്തെ നിയന്ത്രിക്കണം. പിശാചാണത്, പിശാച്. ഞങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ പിശാച്. എന്നിട്ട് പറയണെന്താ? എന്നിട്ട് സ്വലാത്തിന്റെ മജ്ലിസും ദിക്ർ മജ്ലിസും ദുആ മജ്ലിസും സംഭാവന ദ്വാരിപ്പിക്കണം ഉസ്താദെ. മോൻക്ക് ജോലിയില്ല, ശരിയാവണം, ദ്വാരിക്കും ഉസ്താദെ. ഗൾഫിൽ നിന്ന് വന്നിട്ട് നാട്ടിൽ കുടുങ്ങിയിട്ടുണ്ട്, പോണുമില്ല, പോകാൻ കഴിയുന്നുമില്ല. എങ്ങനെ കിട്ടും? പൊരന്റെ ഉള്ളിൽ പെരിച്ചായല്ലേ ഉള്ളത്, പൊരന്റെ ഉള്ളിൽ പ്രശ്നല്ലേ? ദേഷ്യം വന്നിട്ട് അമ്മായി മരുമകൾ എപ്പം നോക്കിയാലും പ്രശ്നമാണ്. പിന്നെ മകൻ എവിടെ വർക്കത്തുണ്ടാവും? പാവം, ഈറ്റിങ്ങളൊക്കെ സാധുക്കളെ മുഖം കാണുമ്പോ സങ്കടം തോന്നും. അല്ലാഹു വർക്കത്തെ ബേജാറ് നിങ്ങളെ കുറിച്ചൊന്നല്ല അല്ലേ? സ്ക്രീൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വെച്ചാൽ അങ്ങോട്ട് തിരിച്ചിട്ടില്ലല്ലോ അല്ലേ? ചില ആളുകൾ ഇങ്ങനെ ആമി പറയുന്നവരുണ്ട്, അഥവാ കിട്ടുന്നെങ്കിൽ വേഗം കിട്ടിക്കോട്ടെ ഇജാബത്ത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഉണ്ടല്ലോ, പാടില്ല. ദേഷ്യം വന്നാൽ എന്താണ് അതിനെ? വേഗം പോയി ഉളുവെടുക്ക്. ഇനി മറ്റൊന്ന് കേട്ടോളൂ, നിങ്ങൾ ഇസ്ലാം പറഞ്ഞു ദേഷ്യം വന്നാൽ മിണ്ടാതിരുന്നോളൂ. മിണ്ടാതിരിക്കൽ പല പ്രശ്നങ്ങൾക്കും മറുപടിയാണ്, പല ചോദ്യങ്ങൾക്കും മറുപടിയാണ്. അതേ, നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോ മിണ്ടാതിരിക്കലാണ് മറുപടിയെങ്കിൽ മിണ്ടാതിരിക്കണം. മറുപടി കൊടുക്കല് ചിലർക്ക് ഭയങ്കര വാശിയാണ്. ഒന്നിങ്ങോട്ട് പറഞ്ഞ രണ്ടങ്ങോട്ട് കൊടുക്കണം മറുപടി. മറുപടി പ്രശ്നത്തിന് പരിഹാരമല്ലോ. ഇത് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ സ്ത്രീകളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ വീട്ടിലുള്ള പുരുഷന്മാർക്ക് നല്ല വില കൊടുക്കണം കേട്ടോ, നല്ല മഹത്വം കൊടുക്കണം കേട്ടോ. അമ്മായിയും മരുമകളും ഒരു ധാരണയിൽ വേണം. അമ്മായി ചൊല്ലണോ മർമോളുടെ ഇതടി, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗലാട്ടമി തായെങ്കിലും പോലും ഔത്ര ആണിങ്ങക്ക് കൊത്താവകു തീറാ, ഔത്ര ആണിങ്ങക്ക് കൊത്താവകു തീറാ. ഞങ്ങളെ വീട്ടിൽ എന്തെങ്കിലും അഥവാ എനിക്കും നിനക്കൊരു പ്രശ്നമുണ്ടായാൽ ബാപ്പക്കറിയാൻ പാടില്ല, മോൻക്കറിയാൻ പാടില്ല. ഞങ്ങൾ തമ്മിൽ അഥവാ അടിച്ച് പിടിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിയാകണോ, അല്ലാതെ ആണുങ്ങൾക്കറിയാൻ പാടില്ല. ആ വീട്ടിലുണ്ടോ അമ്മായി മരുമകളും പ്രശ്നമില്ലാത്ത ഒരു വീടില്ല കേട്ടോ. ആർക്ക് പറയാൻ കഴിയും? ധൈര്യത്തിൽ കൈവക്കിരണ്ട, ഇപ്പോ പൊക്കിയിട്ട് കൊളാക്കിരണ്ട. അതേ സമയത്ത് അല്ലറ ചില്ലറ പ്രശ്നം എല്ലാ വീട്ടിലുണ്ടാകും. പക്ഷേ മാന്യതയുള്ള അമ്മായിയുടെ മരുമകളെ വീട് ഏതാണെന്നറിയോ? അവർക്കിടയിൽ എന്ത് പിണക്കമുണ്ടായാലും വീട്ടിലെ പുരുഷന്മാർക്ക് അവർ അറിയിക്കൂല.
പുരുഷന്മാർക്ക് തലവേദനയാകാൻ പാടില്ല. വീട്ടിലെ പുരുഷന്മാർക്ക് ഒരു നിലയും വിലയുണ്ട്, അവർക്കൊരു സ്ഥാനമുണ്ട്, അവർക്കൊരു മഹത്വമുണ്ട്. അത് വീട്ടിൽ അമ്മായും കൊടുക്കണം, മരുമകളും ആ വില കൊടുക്കണം. അങ്ങനെ ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, മുസ്ലിം ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ഒരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ എന്റെ ഇന്നത്തെ വയല് നിർത്തട്ടെ. മഹാനവരുകൾ വീട്ടിലേക്ക് കടന്നു വന്നാൽ വീട്ടുകാരും മിണ്ടാതിരുന്നു പോയി. മഹാനവരുകൾ വീട്ടിലേക്ക് വന്നാലോ മഹാനവരുകളുടെ ഭാര്യയും വീട്ടിലുള്ള മക്കളെല്ലാവരും മിണ്ടാതിരുന്നു പോയി, സംസാരമില്ല. മഹാനവരുകളെ ബഹുമാനിക്കുകയാണ്. ഞങ്ങളെ സംസാരം, മഹാനവരുകൾ പുരുഷനാണല്ലോ, മഹാനവരുകൾക്കൊരു തലവേദനയാകാൻ പാടില്ല. ഞങ്ങളെ തർക്കം മഹാനവരുകൾക്കൊരു തലവേദനയാകാൻ പാടില്ല. മിണ്ടാതിരുന്നു പോയി. അതേ സമയത്ത് വീട്ടുകാര് സംസാരിക്കുന്നത് എപ്പോഴാണെന്നറിയുമോ? അതേ വഇദാ ഖാമ യുസല്ലി, മഹാനവരുകൾ നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ തകല്ലമു വളഹികു, വീട്ടുകാര് സംസാരിക്കാൻ തുടങ്ങി, വീട്ടുകാര് ചിരിക്കാൻ തുടങ്ങി. എന്തേ കാരണമെന്നറിയുമോ? മഹാനവരുകൾ നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ വീട്ടിൽ എന്ത് സംസാരം നടന്നാലും മഹാനവരുകൾക്ക് അതറിയുന്നില്ല. എന്തേ കാരണം? മഹാനവരുകൾ അല്ലാഹുവിനോട് സംസാരിക്കുകയല്ലേ, ആ റബ്ബിനോട് സംഭാഷണം നടത്തുകയല്ലേ. നമ്മുടെ ഇബാദത്ത് ഇതുപോലെയാകണം, നമ്മുടെ സൽക്കർമ്മം ഇതുപോലെയാകണം. എന്നിട്ട് യജമാനനായ റബ്ബിലേക്ക് തിരിയണേ. എന്റെ മുഅ്മിനീങ്ങൾ ഇരുന്ന സ്ഥലത്തുനിന്ന് ഒരൽപ്പം ഒന്ന് എണീറ്റ് നിൽക്കുമോ? അവിടെ തന്നെ നിന്നോളൂ. നമുക്ക് ദുആ ചെയ്ത് പിരിയണോ? നമ്മുടെ ഈ സദസ് അല്ലാഹു തആല ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ആ മോൾ ഭാഗത്തുള്ളവരൊന്ന് താഴോട്ട് ഇറങ്ങി വരണോ? ഉമ്മമാരെ, ആരോടും പോവാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് ദുആ ചെയ്തിട്ട് പോണം. പോവാൻ ആരോടും പറഞ്ഞിട്ടില്ല, ദുആ ചെയ്തിട്ട് പോണം. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വീടുകൾ നല്ല വൃത്തിയുള്ള വീടാകണം. ഉമ്മമാരെ, നിങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, നല്ല വൃത്തിയുള്ള സ്ഥലമാകണം. നജസുകളില്ലാത്ത സ്ഥലമെന്ന് കഴിവിന്റെ പരമാവധി ഉറപ്പ് വരുത്തണം. ഞാനിത് പറയാൻ കാരണം, ഇബാദത്തുകൾ നജസില്ലാത്ത രൂപത്തിൽ, ശുദ്ധിയായ രൂപത്തിലുള്ള ഇബാദത്ത് മാത്രമല്ല യജമാനനായ റബ്ബ് സ്വീകരിക്കുകയുള്ളൂ. ചില വീടുകളിൽ പൂച്ചയെ വളർത്തുന്ന ഉമ്മമാരുണ്ട്. ഉമ്മമാരെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്, പൂച്ചയെ വളർത്തുന്ന ഉമ്മമാരില്ലേ? സുബ്ഹാനല്ലാഹ്. പൂച്ചയെ വളർത്തുന്നത് നല്ലതാണ്, പൂച്ചയെ അടുപ്പിക്കുന്നത് നല്ലതാണ്. പൂച്ച ശുദ്ധിയുള്ള ജീവിയാണ്. പൂച്ച നജസായ ജീവിയല്ല, ശുദ്ധിയുള്ള ജീവിയാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, അതേ പൂച്ചനെ കട്ടിലിൽ കൂടെ കിടത്തുന്ന സ്വഭാവം, പൂച്ച കൂടെ കിടക്കുമ്പോ കൂടെ കിടത്തുന്ന സ്വഭാവം. ഇതുപോലെ തന്നെ നിസ്കരിക്കുമ്പോ പൂച്ച നിസ്കാരപ്പായയിൽ വന്നിരിക്കുന്ന സ്വഭാവം, നിസ്കാരപ്പായയുടെ മുകളിലൂടെ പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സ്വഭാവം. ഓ, ഇപ്പൊ പിന്നെ പേർഷ്യൻ പൂച്ചയാണ് കൂടുതലും വളർത്തുന്നത്. അതിന്റെയൊക്കെ രോമങ്ങൾ കൂടുതലും ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരൂ. ശാഫിഈ മദ്ഹബ് പ്രകാരം പറയാണ്, ഞങ്ങളൊക്കെ ശാഫിഈ മദ്ഹബുകാരല്ലേ. ശാഫിഈ മദ്ഹബിൽ ഒരു മസ്അലയില്ലേ, തിന്നപ്പെടാത്ത ജീവിയാണോ ആ ജീവിയുടെ രോമം അതിന്റെ ജീവിതകാലത്ത് വിട്ടുപിരിഞ്ഞാലോ, പൂച്ച ചത്താലോ അത് നജസാണല്ലോ. പൂച്ച ചത്താൽ ശവമല്ലേ, ശവം നജസല്ലേ. അതേ സമയത്ത് പൂച്ച തിന്നപ്പെടാത്ത ജീവിയാണ്. ആ പൂച്ചയുടെ ജീവിതകാലം
ജീവിതകാലത്ത് പൂച്ച നമ്മുടെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുമ്പോ ജീവിതകാലത്ത് പൂച്ചയുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു വന്ന മുടിയില്ലേ, ആ മുടി ഫഹിയ നജസുൻ, അത് നജസ് എന്നല്ലേ ശാഫിഈ മദ്ഹബിലുള്ളത്. പൂച്ചയെ വളർത്തുന്നവർ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാണ്, അത് നജസല്ലേ. ആ നജസായ രോമത്തെ കുറിച്ച്, നജസായ മുടിയെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞില്ലേ, അതേ മാപ്പുണ്ട്. ഏതിനാണ് മാപ്പുള്ളത്? അതേ ഖലീലും മിൻ ശഅരിൻ നജിസിൻ, നജസായ മുടിയിൽ നിന്ന് അല്പത്തിനാണ് മാപ്പ്, കൂടുതലുള്ളതിന് മാപ്പില്ല. അപ്പൊ ചോദിക്കട്ടെ ഉമ്മമാരെ, ഈ മാപ്പ് നൽകപ്പെടാത്ത രൂപത്തിൽ പൂച്ചയുടെ കുറെ രോമങ്ങള് നിസ്കാരപ്പായയിലായി നിങ്ങൾ അവിടുന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വഹീഹ് ആകുമോ? ചിന്തിക്കേണ്ടതല്ലേ, ഉൾക്കൊള്ളേണ്ടതല്ലേ. അതുകൊണ്ട് വീട്ടിന്റെ ഉള്ളില് എല്ലാവരും ചെരുപ്പിട്ടേ നടക്കാവൂ. വീട് എത്ര വൃത്തിയുള്ള വീടാണെങ്കിലോ ചെരുപ്പില്ലാതെ കാലിൽ നടക്കുന്ന സ്വഭാവം നല്ലതല്ല. പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഉള്ളിൽ ഇടാൻ വേണ്ടി പ്രത്യേകം ചെരുപ്പുകൾ വേണം. എവിടെയെങ്കിലും ചില രോമങ്ങൾ, പൂച്ചയുടെ രോമം കാലിൽ പതിഞ്ഞാലോ, ചിലപ്പോൾ നജസ് കാലിൽ പതിഞ്ഞാലോ, ഉളുവെടുത്താൽ ഉളുവിന്റെ അതേ നനവോടുകൂടെ അതാ ടോയ്ലറ്റിൽ നിന്ന്, ബാത്റൂമിൽ നിന്ന് പുറത്തു വരുന്നു. അവിടെ ചെരുപ്പ് വേണം, ചെരുപ്പിട്ടിട്ട് വേണം മുസല്ലയിലേക്ക് വരേണ്ടത്. അഥവാ അവിടെയുള്ള നജസ് കാലിലായി പോയാലോ ഉള്ള നിസ്കാരം തന്നെ ഇല്ലാതെയായി പോയില്ലേ? ഇബാദത്ത് വളരെ കുറവല്ലേ? ആ കുറഞ്ഞതൊന്ന് ശരിയാകണ്ടേ സുഹൃത്തുക്കളെ? അത് തന്നെ ബാത്തിലായി പോയാലോ പിന്നെ എന്ത് ഉളു ആണ് നമുക്ക് പറയാനുള്ളത്? എന്ത് നിസ്കാരമാണ് നമുക്ക് പറയാനുള്ളത്? ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ വാദം നിർത്തട്ടെ. റജബ് മാസമല്ലേ, ഇനിയുള്ള ഓരോ സമയവും ബലപ്പെട്ടതല്ലേ, ശഅബാന് ബഹുമാനമുള്ളതല്ലേ, റമളാൻ കാത്തിരിക്കുന്ന മാസമല്ലേ. ഈ എല്ലാ സമയങ്ങളും യജമാനനായ റബ്ബിലേക്ക് ഖൽബ് തിരിച്ച് നന്നാകാൻ നോക്കിക്കോ. ആ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് നന്നാകാൻ നോക്കിക്കോ. മക്ഹൂൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരു നേതാവിനെ കണ്ടു. ആ നേതാവ് ദഖലൽ കഅബ. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി തങ്ങള് കിതാബ് സുഹദിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നേതാവ് കഅബയുടെ ഉള്ളിൽ കടന്നു. അപ്പൊ എല്ലാരും ചോദിച്ചു, മൻ, ആ നേതാവ് ആരാണ്? അപ്പൊ മഹാനവരുകൾ പറഞ്ഞു, മുസ്ലിം ഇബ്നു യസാർ തങ്ങളാ. ആ മഹാനവരുകൾ കഅബയുടെ ഉള്ളിൽ കടന്നു. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു. കഅബയുടെ ഉള്ളിൽ പോയ മുസ്ലിം ഇബ്നു യസാർ തങ്ങൾ എന്താണ് ചെയ്യുന്നത്? മഹാനവരുകൾ അവിടെ ഒരു തൂണുണ്ട്, അവിടെ പോയി നിൽക്കുകയാണ്. എന്നിട്ടൊരൽപ്പം മുമ്പോട്ട് കയറി നിന്നു. അതാ അവിടുന്ന് നിസ്കരിക്കുന്നു. കഅബയുടെ ഉള്ളിൽ പോയി മുസ്ലിം ഇബ്നു യസാർ തങ്ങൾ നിസ്കരിക്കുന്നു. ആ നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുന്നു. എന്നിട്ടോ എനിക്ക് പിന്നെ ഒന്നും മനസ്സിലാകുന്നില്ല. സുജൂദിൽ നിന്ന് തലപൊക്കുന്നത് കാണുന്നില്ല. ഓ ചെറുപ്പക്കാരാ, നിസ്കരിക്കുന്ന സമയത്ത്
മൊബൈലൊന്ന് സൈലന്റ് ചെയ്യാൻ പറഞ്ഞാൽ സൈലന്റ് ചെയ്യാൻ മടിയല്ലേ? ഇനി അഥവാ ഒരാളുടെ മൊബൈൽ റിംഗായി പോയാൽ ജുമുഅ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഖതീബ് ഉസ്താദ് എണീറ്റ് ദയവ് ചെയ്ത് മൊബൈൽ സൈലന്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ നിസ്കാരം ശല്യമാകും എന്ന് അഥവാ വഅദ് പറഞ്ഞാൽ പിന്നെ ആ ഖതീബ് ഉസ്താദിനെ എങ്ങനെയാണ് എതിരെ തിരിയേണ്ടത് എന്ന് നോക്കിയിട്ട് തീരുമാനമെടുക്കാൻ ഉഷാറല്ലേ? ബഹുമാനപ്പെട്ട മുസ്ലിം ഇബ്നു യസാർ തങ്ങൾ സുജൂദിലാണ്, കുറെ നേരമായി തലപൊക്കുന്നത് കാണുന്നില്ല. സുജൂദിൽ മഹാനവരികൾ ദുആ നടത്തുകയാണ്. അല്ലാഹുവോട് പലതും ചോദിച്ചു വാങ്ങാനുള്ളതല്ലേ സുജൂദ് എന്നത്? റബ്ബിനോട് ഒരു അടിമ ഏറ്റവും അടുക്കുന്നത് സുജൂദിലല്ലേ? ബാപ്പമാര്, ചെറുപ്പക്കാരെ, ഉമ്മ പെങ്ങന്മാര്, മഹാനവരികൾ സുജൂദിൽ വെച്ച് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി, റബ്ബേ എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്, ഒന്ന് മാപ്പ് ചെയ്യണേ. വമാ ഖദ്ദമത് യദായ, എന്റെ കൈ കൊണ്ട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി, ഒന്ന് മാപ്പ് ചെയ്യണേ. എന്നിട്ട് സുജൂദിൽ വെച്ച് മഹാനവരകൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, താങ്ങാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കാൻ കഴിഞ്ഞില്ല, കരഞ്ഞുപോയി. ആ കരച്ചില് കാരണം കഅബയുടെ ഉള്ളിൽ സുജൂദ് ചെയ്ത സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലം നനഞ്ഞുപോയി. എന്തിന്റെ നനവാണെന്നറിയുമോ? സുജൂദിൽ കരഞ്ഞപ്പോ ആ കണ്ണിലൂടെ ഇറ്റിയ കണ്ണുനീരിന്റെ നനവാണ് കേട്ടോ. റജബ് കരയാനുള്ള മാസമാണ്, ശഅബാനും അതുപോലെ, റമളാനും അതുപോലെ. ജീവിതത്തിൽ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ പാപങ്ങളില്ലേ, കയ്യും കണക്കുമുണ്ടോ? അതെല്ലാം ഒന്ന് ഓർത്ത് ഒന്ന് കരഞ്ഞിട്ട് റബ്ബിലേക്ക് മടങ്ങിക്കോ. ഈ വൈകിയ വേളയിൽ ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്ക് നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമുക്ക് നീ തഖ്വ വർദ്ധിപ്പിക്കണേ റഹ്മാനേ. നമ്മുടെ ഖൽബിൽ നിന്നോടുള്ള ഭയം ഇട്ടുതരണേ അല്ലാഹ്. നിന്നെ ഓർത്ത് നനയുന്ന കണ്ണായി ഈ കണ്ണാക്കി തരണേ അല്ലാഹ്.